ഹായ് സ്റ്റുഡൻസ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഫൈനൽ അക്കൗണ്ട്സ് എന്ന മൊഡ്യൂൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. സോ നമ്മളിപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ്സ് കഴിഞ്ഞു. നമ്മളിപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, പ്രീപെയ്ഡ് എക്സ്പെൻസ് അങ്ങനെ തുടങ്ങി ബാഡ് ഡെറ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് അതെല്ലാം കഴിഞ്ഞു. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇവിടം വരെ എത്തി നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഒരു മേജർ പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ നമുക്ക് ഇനിയും കുറച്ചുകൂടി പഠിക്കാനുണ്ട്. സോ നമ്മളിവിടെ നെക്സ്റ്റ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഡീൽ ചെയ്യുകയാണ്. ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഈ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓപ്പണിംഗ് സ്റ്റോക്കിനെ വരെ അഫക്റ്റ് ചെയ്യുന്ന ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോണം, വളരെ കെയർഫുൾ ആവേണ്ട ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. കാരണം ട്രേഡിംഗ് അക്കൗണ്ടിലെ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഫസ്റ്റ് ഐറ്റമാണ്. ട്രേഡിംഗ് അക്കൗണ്ട്, പി ആൻഡ് എൽ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന 15 മാർക്കിൻ്റെ ചോദ്യത്തിൽ നിങ്ങൾ ആദ്യമായിട്ട് എടുത്തെഴുതുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ആണല്ലോ. അതെ, ഇതുവരെയുള്ള ഒരൊറ്റ അഡ്ജസ്റ്റ്മെൻറ്റ് പോലും ഈ പറയുന്ന ഓപ്പണിംഗ് സ്റ്റോക്കിനെ അഫക്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഓപ്പണിംഗ് സ്റ്റോക്ക് എങ്കിലും കറക്റ്റ് ആകുമെന്ന് സമാധാനിക്കാം, അരമാർക്കെങ്കിലും ഉറപ്പിക്കാം. ഞാൻ പറയുന്നത് തമാശയ്ക്കല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇതുവരെ പഠിച്ച ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പോലും ഓപ്പണിംഗ് സ്റ്റോക്കിനെ അഫക്റ്റ് ചെയ്തിട്ടില്ല. ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്ന ഓപ്പണിംഗ് സ്റ്റോക്ക് അതേപോലെ എടുത്ത് എഴുതുക എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമാണ്, അത് നിങ്ങൾ ചെയ്യും. പക്ഷേ ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പ്രത്യേകത ഇത് ഓപ്പണിംഗ് സ്റ്റോക്കിനെ തന്നെ അഫക്റ്റ് ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് തൊട്ട് തെറ്റും. ഓപ്പണിംഗ് സ്റ്റോക്ക് തെറ്റിയാൽ ട്രേഡിംഗ് അക്കൗണ്ട് ഫുൾ തെറ്റും. ട്രേഡിംഗ് അക്കൗണ്ട് കംപ്ലൈൻ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തെറ്റും. ട്രേഡിംഗ് അക്കൗണ്ടും പി ആൻഡ് എൽ അക്കൗണ്ടും തെറ്റാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് ബാലൻസ് ഷീറ്റിനെ അഫക്റ്റ് ചെയ്യും, ടാലി ആവില്ല. ചുരുക്കി പറഞ്ഞാൽ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ് നിങ്ങളുടെ ടോട്ടൽ ഫൈനൽ അക്കൗണ്ടിനെ കംപ്ലൈൻ്റ് ആക്കി കളയും. ഓക്കെ, ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ഒഴിവാക്കിക്കൊണ്ട് ആ ഫൈനൽ അക്കൗണ്ട് ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് മര്യാദയ്ക്ക് പഠിച്ചില്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ ലീവ് ചെയ്യേണ്ടി വരും. ഫൈനൽ അക്കൗണ്ട് ഒഴിവാക്കേണ്ടി വന്നു കഴിഞ്ഞാൽ വളരെ ടൈറ്റാണ്, പിന്നെ ഓപ്ഷൻസ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് കഠിനം കൂടും. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ പറയുവാണ്, ഓപ്പണിംഗ് സ്റ്റോക്കിനെ വരെ അഫക്റ്റ് ചെയ്യുന്ന ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നിങ്ങൾ അത്ര സീരിയസ് ആയിട്ട് പഠിക്കണം. ഓക്കെ, അതുകൊണ്ട് പറയുവാണ്, സീരിയസ് ആയിട്ട് കേൾക്കുക. മറ്റ് അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം ഞാൻ പഠിപ്പിച്ചത് എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്, അതെല്ലാം കേട്ട് പഠിച്ചെന്ന് വിശ്വസിക്കുവാണ്. സോ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പേരെന്താണെന്ന് പരിചയപ്പെടുത്താം. നോക്കിക്കോണേ, ഓവർ വാല്യുവേഷൻ ആൻഡ് അണ്ടർ വാല്യുവേഷൻ ഓഫ് സ്റ്റോക്ക് എന്നാണ് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പേര്. എന്താണ്? ഓവർ വാല്യുവേഷൻ ആൻഡ് അണ്ടർ വാല്യുവേഷൻ ഓഫ് സ്റ്റോക്ക് എന്നാണ് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പേര്. നിങ്ങളത് ആദ്യം ഹെഡിങ് ആയിട്ട് എഴുതിക്കോ, ഓവർ വാല്യുവേഷൻ ആൻഡ് അണ്ടർ വാല്യുവേഷൻ ഓഫ് സ്റ്റോക്ക്. ഓക്കെ ആണല്ലോ. സ്റ്റോക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും ആകാം. ഇവിടെ സ്റ്റോക്ക് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് ഓപ്പണിംഗ് സ്റ്റോക്കും ആകാം, ക്ലോസിംഗ് സ്റ്റോക്കും ആകാം. ഓക്കെ, സോ അപ്പോൾ ആകെ മൊത്തത്തിൽ ഒരു പുകമറയാണ്. കാര്യം ഓവർ വാല്യുവേഷൻ ആൻഡ് അണ്ടർ വാല്യുവേഷൻ ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് വായിക്കാം. നമുക്കിതിനെ നോക്കിക്കോണേ, ഓവർ വാല്യുവേഷൻ ആൻഡ് അണ്ടർ വാല്യുവേഷൻ ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് വായിക്കാം. കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾക്കിത് കുറച്ചുകൂടി ഒന്ന് ഡെവലപ്പ് ചെയ്ത് വായിച്ചാൽ ഓവർ വാല്യുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ആൻഡ് ഓവർ വാല്യുവേഷൻ ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക് ആൻഡ് അണ്ടർ വാല്യുവേഷൻ ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക്, അണ്ടർ വാല്യുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക്, ഇങ്ങനെ 4 ഡിവൈഡ് ചെയ്യാം. ഓവർ വാല്യുവേഷൻ ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക്, ഓവർ വാല്യുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക്, അണ്ടർ വാല്യുവേഷൻ ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക്, അണ്ടർ വാല്യുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക്, ഇങ്ങനെ 4 അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ മിക്സാണ് ഈ ഒരു ഒറ്റ സെൻറ്റൻസ് ടെക്സ്റ്റ് കിടക്കുന്ന ഓവർ ആൻഡ് അണ്ടർ വാല്യുവേഷൻ ഓഫ് സ്റ്റോക്ക്. ഇവൻ ആളൊരല്പം പ്രശ്നക്കാരനാണെന്ന് ഞാൻ പറഞ്ഞു. ഇത് ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ ഇത് അറ്റൻഡ് ചെയ്തേ തുടങ്ങാൻ പറ്റൂ. കാര്യം ഓപ്പണിംഗ് സ്റ്റോക്കിനെ അഫക്റ്റ് ചെയ്യും. ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. സോ നല്ല കെയർഫുള്ളായിട്ടിരിക്കുക. ഈ അഡ്ജസ്റ്റ്മെൻറ്റ് പഠിക്കാതെ പോവുകയും പരീക്ഷയ്ക്ക് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് വരികയും ചെയ്താൽ സീരിയസ്ലി നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ഒഴിവാക്കേണ്ടി വരും. അത്രയ്ക്ക് സീരിയസ് ആയിട്ട് പറയുവാണ്, നിങ്ങൾക്ക് തുടങ്ങാൻ പോലും പറ്റത്തില്ല. നിങ്ങൾ പിന്നെ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, കാരണം ഓപ്പണിംഗ് സ്റ്റോക്ക് തെറ്റാണ്. നിങ്ങൾ വലിയ പഠിത്ത ആൾക്കാരായിരിക്കും, ബാക്കി എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും അറിയായിരിക്കും, എന്തൊക്കെ ചെയ്തോ. പക്ഷേ പ്രശ്നം എവിടെയാണെന്നറിയാവോ? ഓപ്പണിംഗ് സ്റ്റോക്ക് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ശരിയാവത്തില്ല. പറഞ്ഞാൽ മനസ്സിലാവുന്നോ? സീരിയസ്നെസ് മനസ്സിലാക്കുക. നിങ്ങൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് പഠിക്കാതെ പോയിട്ട് പരീക്ഷയ്ക്ക് ഈ അഡ്ജസ്റ്റ്മെൻറ്റുള്ള ക്വസ്റ്റ്യൻ വന്നാൽ ബെറ്റർ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ലീവ് ചെയ്തേക്കുക, വിട്ടേക്കുക. കാര്യം ശരിയാവത്തില്ല പിന്നെ. അത് അത്രയ്ക്ക് പ്രധാനപ്പെട്ട അഡ്ജസ്റ്റ്മെൻ്റ് ആണ്, ഇടയ്ക്കൊന്നും അല്ല വരുന്നത്. ഇവൻ തുടക്കത്തിൽ ഓപ്പണിംഗ് സ്റ്റോക്കിനകത്ത് വരുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മളെ സംബന്ധിച്ച് എന്താണ് അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല അല്ലേ. അപ്പോൾ നമുക്കിനി കാര്യത്തിലേക്ക് കടക്കാം. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് നോർമലി നമ്മളെവിടെ പോസ്റ്റ് ചെയ്യുന്നത്? ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റിൽ അല്ലേ. ഓപ്പണിംഗ് സ്റ്റോക്ക് നോർമലി ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റിലാണ്. ക്ലോസിംഗ് സ്റ്റോക്കോ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റിൽ ആണല്ലോ.
ഓപ്പണിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റിലും ക്ലോസിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റിലുമാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു കാര്യം കൂടെ നിങ്ങൾക്കറിയാം, ഒരു വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് ഇപ്പോൾ 2018 ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 2019 എന്തായിരിക്കും? ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിരിക്കും. ഇതും നിങ്ങൾക്കറിയാം. അറിയില്ലെങ്കിൽ അറിയണം. ഓക്കെ, അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ അറിയേണ്ടുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റിലാണെന്നറിയാം, ക്ലോസിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റിലാണെന്നറിയാം. മറ്റൊരു കാര്യം കൂടെ നിങ്ങൾക്കറിയാം, ഒരു വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് തൊട്ടടുത്ത വർഷത്തെ ഓപ്പണിംഗ് സ്റ്റോക്ക് ആണെന്നും അറിയാം. ഇത്രയും ഓക്കെ ആണല്ലോ. ശരി, ശ്രദ്ധിച്ചിരുന്നോണേ. അപ്പോൾ 2019 എന്ന വർഷത്തെ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ബാക്കിലോട്ട് പറഞ്ഞേ 2019 ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് പിറകിലേക്ക് ചിന്തിച്ചാൽ 2018 എന്താണ്? ക്ലോസിംഗ് സ്റ്റോക്കാണ്. സംശയമുണ്ടോ? ഇല്ല. 2019 ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നെയാണ് 2018 ക്ലോസിംഗ് സ്റ്റോക്ക് ആണല്ലോ. അതെ. സോ ഇനി പറഞ്ഞ കേട്ടോണേ, 2019 ഓപ്പണിംഗ് സ്റ്റോക്ക് 1000 രൂപ ഓവർ വാല്യൂഡ് ആണെന്ന് പറഞ്ഞാൽ, അതായത് യഥാർത്ഥ വിലയേക്കാൾ കൂടുതലായിട്ടാണ് വാല്യൂ ചെയ്തിരിക്കുന്നത്. 2019 ഓപ്പണിംഗ് സ്റ്റോക്ക് യഥാർത്ഥ വിലയേക്കാൾ 1000 രൂപ കൂടുതലാണ് വാല്യൂ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിനർത്ഥം 2018 ക്ലോസിംഗ് സ്റ്റോക്ക് 1000 രൂപ കൂടുതൽ വാല്യൂ ചെയ്തത് കൊണ്ടല്ലേ? അത് മനസ്സിലാവുന്നുണ്ടോ? 2019 ഓപ്പണിംഗ് സ്റ്റോക്ക് 1000 രൂപ ഓവർ വാല്യൂഡ് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് അത് 2018 ക്ലോസിംഗ് സ്റ്റോക്ക് 1000 രൂപ ഓവർ വാല്യൂ ആയതുകൊണ്ടാണ്. ഇത് ഇങ്ങനെ കോപ്പി ചെയ്ത് വരെ ചെയ്യത്തുള്ളൂ. നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് തിരുത്താനൊന്നും പറ്റത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മുടെ ഈ വർഷത്തെ അല്ല, അത് കഴിഞ്ഞ വർഷത്തെ എമൗണ്ട് കയറി വരുന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം 2019 ഓപ്പണിംഗ് സ്റ്റോക്കിന് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാലും അതിൻ്റെ ഉത്തരവാദി 2018 ആണ്. 2019 ഓപ്പണിംഗ് സ്റ്റോക്ക് 2019 അവകാശപ്പെട്ടതല്ല, അത് 2018 കയറി വന്നതല്ലേ. അപ്പോൾ എല്ലാ ഉത്തരവാദിത്വവും 2018 തന്നെയാണ്. ക്ലിയർ ആവുന്നുണ്ടോ? ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അപ്പോൾ 2019 ഓപ്പണിംഗ് സ്റ്റോക്ക് 1000 രൂപ കൂടി എന്ന് ക്വസ്റ്റ്യനിൽ കണ്ടാൽ അതെന്താ സംഭവിച്ചത്? 2018 ക്ലോസിംഗ് സ്റ്റോക്ക് 1000 രൂപ കൂടിയത് കൊണ്ടാണ്. ആണല്ലോ. ഇനി അടുത്തത്, 2019 ഓപ്പണിംഗ് സ്റ്റോക്ക് 1000 രൂപ കുറവാണെന്ന് പറഞ്ഞാലോ? 2019 ഓപ്പണിംഗ് സ്റ്റോക്ക് യഥാർത്ഥ വിലയേക്കാൾ, യഥാർത്ഥ വാല്യൂവിനേക്കാൾ 1000 രൂപ കുറവാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? അത് 2018 ക്ലോസിംഗ് സ്റ്റോക്ക് 1000 രൂപ കുറവായതുകൊണ്ടാണ്. അപ്പം ഈ വർഷത്തെ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് എന്ത് പറഞ്ഞാലും അത് കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ ഉത്തരവാദിത്തമാണ്. ഈ വർഷത്തെ ഓപ്പണിംഗ് സ്റ്റോക്കിന് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാലും അത് കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്കിന് സംഭവിച്ചത് കൊണ്ടാണ്. ഇത്രയും മനസ്സിലായോ? ഇത്രയും ഓക്കെയാണേ. ശരി, ഇനി ബാക്കി കേട്ടോണേ. അപ്പോൾ 2019 ഓപ്പണിംഗ് സ്റ്റോക്ക് 1000 രൂപ കൂടുതലാണ് എന്ന് ക്വസ്റ്റ്യനിൽ കാണുന്നു. നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് 2019 ഫൈനൽ അക്കൗണ്ടാണെന്ന് വിചാരിക്കുക. നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ളത് 2019 ഫൈനൽ അക്കൗണ്ടാണ്. അപ്പോൾ 2019 ഒരു ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്നും പറഞ്ഞ് ഒരു 7000 രൂപയുണ്ട് ട്രയൽ ബാലൻസിനകത്ത്. എന്നിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് പറയുന്നു ആ 7000 രൂപ 1000 രൂപ ഓവർ വാല്യൂഡ് ആണ്. 7000 രൂപയല്ല, യഥാർത്ഥത്തിൽ 6000 ഉള്ളായിരുന്നു. യഥാർത്ഥത്തിൽ 6000 ഉള്ളൂ. ഒറിജിനൽ വാല്യൂ 6000 ആണ്. 1000 രൂപ ഓവർ വാല്യൂഡ് ആണെന്ന് പറയുന്നു. സോ 2019 ഓപ്പണിംഗ് സ്റ്റോക്ക് ഓവർ വാല്യൂഡ് ആണ് എന്ന് നമുക്ക് ഇൻഫർമേഷൻ കിട്ടി. ഓക്കെ ആണേ. സോ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഡെബിറ്റ് ചെയ്യണം. 2019 ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അല്ലേ, 2019 ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഡെബിറ്റ് ചെയ്യണം. നമുക്ക് ഓൾറെഡി ഇൻഫർമേഷൻ ഉണ്ട്. ഈ തന്നിരിക്കുന്ന ട്രയൽ ബാലൻസിൽ തന്നിരിക്കുന്ന 7000 എന്ന് പറയുന്നത് 1000 രൂപ കൂടുതലാണ്. അതറിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഇനി അവിടെ 6000 എഴുതിയാൽ മതി. നമ്മൾ ഈ വർഷം അത് തിരുത്തുന്നു. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് ഓൾറെഡി ഇൻഫർമേഷൻ വന്നു കഴിഞ്ഞു. നമ്മുടെ 2019 ഓപ്പണിംഗ് സ്റ്റോക്ക് 7000 എന്ന എമൗണ്ട് 1000 രൂപ കൂടുതലാണ്. സിംപ്ലി നമ്മൾ ഇത്തവണ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് 6000 എഴുതി തെറ്റങ്ങ് തിരുത്തും. പക്ഷേ ഇനിയാണ് പ്രശ്നം. ഇവിടെ ഈ ഓപ്പണിംഗ് സ്റ്റോക്ക് 1000 രൂപ കൂടുതലാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ കാരണക്കാരൻ 2018 ക്ലോസിംഗ് സ്റ്റോക്ക് തന്നെയല്ലേ. അപ്പോൾ 2018 ക്ലോസിംഗ് സ്റ്റോക്കാണ് 1000 രൂപ കൂടി നിൽക്കുന്നത്. 2018 ക്ലോസിംഗ് സ്റ്റോക്കാണ് ശരിക്കും 1000 രൂപ കൂടി നിന്നത്. ആണല്ലോ. ശരി. അപ്പോൾ 2018 ക്ലോസിംഗ് സ്റ്റോക്ക് 1000 രൂപ കൂടി നിന്നു എന്ന് പറഞ്ഞാൽ 2018 ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ
ക്രെഡിറ്റിൽ 1000 രൂപ കൂടുതലല്ലേ ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതിയത്? ശ്രദ്ധിക്ക്, 2018 ക്ലോസിംഗ് സ്റ്റോക്ക് 1000 രൂപ കൂടി നിന്നിരുന്നു എന്ന് പറഞ്ഞാൽ 2018 ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റിൽ ഈ 1000 കൂടിയ ക്ലോസിംഗ് സ്റ്റോക്ക് അല്ലേ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്? അതെ. അപ്പോൾ 1000 രൂപ ഗ്രോസ് പ്രോഫിറ്റ് വെറുതെ കൂടിയില്ലേ? ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് കൂടിയാൽ ഗ്രോസ് പ്രോഫിറ്റ് കൂടും. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് വെറുതെ 1000 രൂപ കൂടി. ഗ്രോസ് പ്രോഫിറ്റ് കൂടി എന്ന് പറഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് ചുമ്മാതിരിക്കുമോ? ഇല്ല. അപ്പം നെറ്റ് പ്രോഫിറ്റും 1000 രൂപ കൂടും. അപ്പോൾ 2018 നെറ്റ് പ്രോഫിറ്റ് തെറ്റായിട്ട് 1000 രൂപ കൂടിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന 2019 കാര്യമാണെന്ന് എനിക്കറിയാം. നമുക്ക് 2019 ട്രേഡിംഗ് അക്കൗണ്ട് വരുമ്പം നമ്മൾ മാന്യമായിട്ട് അത് കറക്റ്റ് ചെയ്തിട്ടുണ്ട് 2019. ഓക്കെ, കറക്റ്റായിട്ട് 7000 എന്നത് 1000 കൂടി നിൽക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് 6000 ഇനി നമ്മൾ എഴുത്തുള്ളൂ. ഇനി നമ്മൾ തെറ്റ് ആവർത്തിക്കത്തില്ല. അതോടെ തെറ്റ് തിരുത്തി. പക്ഷേ പറയുന്നത് കേട്ടോ, 2018 ഈ തെറ്റ് വരുത്തി വെച്ചിരിക്കുവാണ്. ആ ബുക്കൊക്കെ ക്ലോസ് ചെയ്ത് പോയി. 2018 ആ തെറ്റ് വരുത്തി വെച്ചിരിക്കുവാണ്. എന്താ തെറ്റ്? ക്ലോസിംഗ് സ്റ്റോക്ക് 1000 രൂപ കൂടുതൽ വാല്യൂ ചെയ്തു. മനസ്സിലാക്ക്, 2019 ഓപ്പണിംഗ് സ്റ്റോക്ക് 1000 രൂപ കൂടി മീൻസ് 2018 ക്ലോസിംഗ് സ്റ്റോക്ക് 1000 രൂപ കൂടി എന്നാണ്. ഓക്കെ, അപ്പോൾ 2018 ക്ലോസിംഗ് സ്റ്റോക്ക് 1000 രൂപ കൂടി എന്ന് പറഞ്ഞാൽ അവിടെ ഗ്രോസ് പ്രോഫിറ്റ് 1000 ചുമ്മാ കൂടി. ഗ്രോസ് പ്രോഫിറ്റ് 1000 രൂപ വെറുതെ കൂടി എന്ന് പറഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റും ഓട്ടോമാറ്റിക്കലി 1000 രൂപ കൂടി. ഇതൊക്കെ 2018. നെറ്റ് പ്രോഫിറ്റ് 1000 രൂപ വെറുതെ കൂടി എന്ന് പറഞ്ഞാൽ അപ്പോൾ 2018 ബാലൻസ് ഷീറ്റിലെ ക്യാപിറ്റലിൽ ഈ കൂടിയ 1000 രൂപയല്ലേ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്ന നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞ്. നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ക്യാപിറ്റൽ ആഡ് ചെയ്യത്തില്ലേ? അപ്പോൾ 2018 ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റലിൽ ഈ കൂടിയ നെറ്റ് പ്രോഫിറ്റ് അല്ലേ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്? അതെ. അതിനർത്ഥം ക്യാപിറ്റൽ 1000 രൂപ കൂടി നിൽക്കുകയാണെന്നല്ലേ? അതിനർത്ഥം ക്യാപിറ്റൽ 1000 രൂപ കൂടി നിൽക്കുകയാണെന്നല്ലേ? അതെ. അപ്പോൾ ഈ 2018 ക്യാപിറ്റൽ തന്നെ അല്ലേ 2019 ട്രാൻസ്ഫർ ആയി വരുന്നത്? 2018 ക്യാപിറ്റലാണല്ലോ 2019 വരുന്നത്. അപ്പോൾ 2019 എന്ന വർഷം ക്യാപിറ്റൽ നോക്കുമ്പോൾ 2019 ക്യാപിറ്റൽ 1000 രൂപ കൂടി നിൽക്കുകയല്ലേ? അപ്പോൾ നമ്മൾ 2019 ബാലൻസ് ഷീറ്റ് വരയ്ക്കുമ്പോൾ 2019 ബാലൻസ് ഷീറ്റ് വരയ്ക്കുമ്പോൾ ക്യാപിറ്റലിൽ നിന്ന് ഈ 1000 രൂപ കുറയ്ക്കണം. ഇതും കൂടെ മനസ്സിലാക്കി വെച്ചിരിക്കണം. ക്ലിയർ ആവുന്നുണ്ടോ? നമുക്ക് 2019 ഓപ്പണിംഗ് സ്റ്റോക്ക് 1000 രൂപ കൂടുതലെന്നേ ക്വസ്റ്റ്യനിലുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇത്തവണത്തെ ട്രേഡിംഗ് അക്കൗണ്ട് ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആക്കും. 1000 രൂപ കൂടുതലാണെങ്കിൽ അത് കുറച്ച് കറക്റ്റ് ആക്കും. പക്ഷേ ഈ 2019 ഓപ്പണിംഗ് സ്റ്റോക്ക് കൂടിയെന്ന് പറഞ്ഞാൽ അത് 2018 ക്ലോസിംഗ് സ്റ്റോക്ക് കൂടിയെന്നാണ്. 2018 ക്ലോസിംഗ് സ്റ്റോക്ക് വെറുതെ കൂട്ടി വെച്ചാൽ ഗ്രോസ് പ്രോഫിറ്റും നെറ്റ് പ്രോഫിറ്റും കൂടും. അത് ഓട്ടോമാറ്റിക്കലി അവിടെ ക്യാപിറ്റലിനെയും കൂട്ടിക്കാണും. ആ കൂടിയ ക്യാപിറ്റലല്ലേ 2019 കയറി വന്നിരിക്കുന്നത്, 2019. അപ്പോൾ നമ്മൾ ഈ 2019 ബാലൻസ് ഷീറ്റിനകത്തും ക്യാപിറ്റലിൽ നിന്ന് 1000 രൂപ കുറയ്ക്കണം. അപ്പോഴാണ് എല്ലാം കറക്റ്റ് ആവുന്നത്. ചുരുക്കി പറഞ്ഞാൽ 2018 തെറ്റ് പെർഫെക്റ്റ്ലി 2019 തിരുത്തി. ഇങ്ങനെയാണ് ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ ഓവർ വാല്യുവേഷൻ ഡീൽ ചെയ്യേണ്ടത്. ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ ഓവർ വാല്യുവേഷൻ ഇതിൻ്റെ എല്ലാം ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ അണ്ടർ വാല്യുവേഷൻ വരുന്നത്. അതും പറഞ്ഞുതരാം. ഇതിൻ്റെ എല്ലാം തിരിഞ്ഞ് വരും. 2019 ഓപ്പണിംഗ് സ്റ്റോക്ക് 1000 രൂപ കുറവാണ്. യഥാർത്ഥ വാല്യൂവിനേക്കാളും കുറവാണ് വാല്യൂ ഇത് വെച്ചിരിക്കുന്നത്. അതായത് ട്രയൽ ബാലൻസിൽ 7000, പക്ഷേ യഥാർത്ഥത്തിൽ 8000 ആയിരുന്നു വരേണ്ടത്. ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ എമൗണ്ട് ട്രയൽ ബാലൻസിൽ തന്നിരിക്കുന്നത് 1000 രൂപ കുറവാണ്. യഥാർത്ഥ വാല്യൂ അല്ല, യഥാർത്ഥത്തിൽ അത് 8000 ആണ്. ഇതാണ് കേസ്. നമ്മൾ 2019 ട്രേഡിംഗ് അക്കൗണ്ടിൽ 8000 കാണിക്കുക. നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ പെർഫെക്റ്റ് ആക്കുക. എത്രയാണോ ശരി അത് തന്നെ കാണിക്കുക. ഇനി ബാക്കിലോട്ട് ചിന്തിച്ചേ. ഓപ്പണിംഗ് സ്റ്റോക്ക് 8000 ആണ് വരേണ്ടത്. ഇപ്പോൾ 7000 ഉള്ളൂ. അതായത് 2018 ക്ലോസിംഗ് സ്റ്റോക്ക് 1000 രൂപ കുറവാണ്. 2018 ക്ലോസിംഗ് സ്റ്റോക്ക് 8000 വരേണ്ടതിന് 7000 എഴുതി വെച്ചത്. ക്ലോസിംഗ് സ്റ്റോക്ക് 1000 രൂപ കുറഞ്ഞെന്ന് പറഞ്ഞാൽ ഗ്രോസ് പ്രോഫിറ്റ് 1000 കുറഞ്ഞു, നെറ്റ് പ്രോഫിറ്റ് 1000 കുറഞ്ഞു. അതോടെ ക്യാപിറ്റലും 1000 കുറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ 2019 ക്യാപിറ്റലിൽ ഈ 1000 രൂപ തിരിച്ച് ആഡ് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓവർ വാല്യൂഡ് ആണെന്ന് പറഞ്ഞാൽ, ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിരിക്കുന്ന എമൗണ്ട് കൂടുതലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ട്രേഡിംഗ് അക്കൗണ്ടിൽ അത് കുറയ്ക്കുക, ശരിയാക്കുക. കൂടാതെ ക്യാപിറ്റലിൽ ഓൾറെഡി ഓപ്പണിംഗ് സ്റ്റോക്ക് കൂടുതൽ മീൻസ് വാട്ട്? കഴിഞ്ഞ കൊല്ലത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് കൂടുതൽ, പ്രോഫിറ്റ് കൂടുതൽ, വെറുതെ ക്യാപിറ്റൽ കൂടി നിൽക്കുന്നു. ക്യാപിറ്റലിൽ നിന്ന് കുറയ്ക്കുക. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓവർ വാല്യൂഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ അത് കറക്റ്റ് ആക്കുക, കുറച്ച് കറക്റ്റ് ആക്കുക, ക്യാപിറ്റലിൽ നിന്നും കുറയ്ക്കണം. ഓക്കെ. ഇനി തിരിച്ച് ഓപ്പണിംഗ് സ്റ്റോക്ക് അണ്ടർ വാല്യൂഡ്.
വേണ്ടത്ര പോലും വാല്യൂ ചെയ്തിട്ടില്ല. യഥാർത്ഥ വാല്യൂവിനേക്കാൾ ഒരുപാട് കുറവാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ട്രേഡിംഗ് അക്കൗണ്ട് ചെയ്ത് കറക്റ്റ് ചെയ്യുക. കൂടാതെ അപ്പോൾ അത് കഴിഞ്ഞ കൊല്ലത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് കുറവാണെന്നല്ലേ എൻ്റെ അർത്ഥം? കഴിഞ്ഞ കൊല്ലത്തെ ക്ലോസിംഗ് സ്റ്റോക്കും കുറച്ചല്ലേ വാല്യൂ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ പ്രോഫിറ്റ് കുറഞ്ഞു, ക്യാപിറ്റൽ അപ്പോൾ കുറഞ്ഞായിരിക്കും നിൽക്കുന്നത്. ഇവിടെ വരുമ്പം ക്യാപിറ്റലിൽ തിരിച്ചത് ആഡ് ചെയ്യുക. ഇങ്ങനെയാണ് ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ ഓവർ വാല്യുവേഷനും അണ്ടർ വാല്യുവേഷനും ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ സിലബസിൽ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇത് വെച്ച് കണക്ക് ചെയ്യാനുള്ളൂ, ഇതേ വരത്തുള്ളൂ, ഉറപ്പാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ക്ലോസിംഗ് സ്റ്റോക്കിനും ഈ അണ്ടർ വാല്യുവേഷനും ഓവർ വാല്യുവേഷനും വരും. അതായത് ഈ വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ അണ്ടർ വാല്യുവേഷനും ഓവർ വാല്യുവേഷനും നമ്മൾ ഈ വർഷം തന്നെ കണ്ടുപിടിച്ചു. അത് അടുത്ത വർഷത്തേക്ക് പോകുമ്പോഴല്ലേ ഓപ്പണിംഗ് സ്റ്റോക്ക് അഫക്റ്റ് ചെയ്യത്തുള്ളൂ. ഈ വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്കിൽ അണ്ടർ വാല്യുവേഷൻ ആയാലും ഓവർ വാല്യുവേഷൻ ആയാലും ഈ വർഷം തന്നെ ഐഡൻറ്റിഫൈ ചെയ്താൽ എന്താണ് ചെയ്യേണ്ടത് നിങ്ങളുടെ ടെക്സ്റ്റിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാനത് പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല, നമുക്കത് സിലബസിൽ പഠിക്കാനില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസിംഗ് സ്റ്റോക്ക് അണ്ടർ വാല്യൂഡ് വന്നു കഴിഞ്ഞാൽ പ്രോഫിറ്റ് കുറയുകയും ആ പ്രോഫിറ്റ് പിന്നീട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ എക്സ്റ്റൻഷനായിട്ട് ക്രെഡിറ്റ് ചെയ്യണം. അങ്ങനെ കുറേ റൂളൊക്കെയാണ്. നമുക്കത് അത്രത്തോളമൊന്നും ഇല്ല. വേണമെങ്കിൽ ജസ്റ്റ് പറഞ്ഞേക്കാം, കേട്ടങ്ങ് കളഞ്ഞുതരാം. ക്ലോസിംഗ് സ്റ്റോക്ക് അണ്ടർ വാല്യൂഡ് ആണെന്ന് ഈ വർഷം തന്നെ കണ്ടുപിടിച്ചാൽ എന്താ? ഈ വർഷത്തെ ഗ്രോസ് പ്രോഫിറ്റും നെറ്റ് പ്രോഫിറ്റും കുറവാണ്. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടൊക്കെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒരു എക്സ്റ്റൻഷനായിട്ട് വരച്ചിട്ട് എത്ര പ്രോഫിറ്റാണോ കുറവ് അത് പി ആൻഡിൽ ക്രെഡിറ്റ് ചെയ്തങ്ങ് ശരിയാക്കും. ഇനി ക്ലോസിംഗ് സ്റ്റോക്കിൽ ഓവർ വാല്യൂഷൻ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് കൂടി നിൽക്കുകയാണ്. എത്രയാണോ കൂടി നിൽക്കുന്നത് അതിനി ട്രേഡിംഗ് പി ആൻഡിൽ അക്കൗണ്ട് അകത്തിട്ട് തിരുത്താൻ പറ്റത്തില്ല. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് താഴെ എക്സ്റ്റൻഷനായിട്ട് ഈ പറയുന്നത് ഡെബിറ്റ് ചെയ്യണം. നമുക്കതൊന്നും പഠിക്കാനില്ല. ഓക്കെ, ഞാനത് ലീവ് ചെയ്ത് കളയുമല്ല, നിങ്ങൾക്കത് ഇല്ല പഠിക്കാൻ. കുറച്ച് വൈഡ് ഏരിയ ആണ്, അത് അത്രത്തോളം നമുക്കില്ല. നമ്മുടെ ജോലി എന്ന് പറയുന്നത് ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ ഓവർ വാല്യുവേഷനും അണ്ടർ വാല്യുവേഷനുമാണ്. അത് ഞാൻ പഠിപ്പിച്ചു തന്നു. ഓക്കെ, ഒരു പ്രോബ്ലം കൊണ്ട് നോക്കാം. ഇതാ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ, ഞാൻ ഈ വേണ്ട കാര്യം മാത്രമേ കാണിക്കത്തുള്ളൂ. ഈ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ദാ എവിടെയാണ് ക്യാപിറ്റൽ ഡ്രോയിങ്സ് ലെറ്റേഴ്സ് ഇൻട്രസ്റ്റ് സ്റ്റോക്ക് താണ്ടേ 9,000 രൂപ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് ട്രയൽ ബാലൻസിനകത്തുണ്ട്. ട്രയൽ ബാലൻസിനകത്ത് വാല്യൂ ചെയ്തിരിക്കുന്നത് 9,000 എന്നാണ്. ഓക്കെ, എന്നിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് പറയുന്നുണ്ട് ഓപ്പണിംഗ് സ്റ്റോക്ക് ഫൗണ്ട് അണ്ടർ കാസ്റ്റ് ബൈ 10%. യഥാർത്ഥത്തിൽ നോക്കൂ 9,000 രൂപയാണ് കാണിച്ചിരിക്കുന്നത് അല്ലേ? പക്ഷേ 9,000 അല്ല യഥാർത്ഥ വാല്യൂ, ഇത് അണ്ടർ കാസ്റ്റ്, അതായത് 10% കുറച്ചാണ് വാല്യൂ ചെയ്തിരിക്കുന്നത്. അഡ്ജസ്റ്റ്മെൻറ്റ് പറയുന്നുണ്ടോ? ഓപ്പണിംഗ് സ്റ്റോക്ക് ഈസ് ഫൗണ്ട് അണ്ടർ കാസ്റ്റ് എന്ന് പറഞ്ഞാൽ വാല്യൂഡ് ലെസ് എന്നാണ്. 9,000 അല്ല, 10% കുറവാണ് വാല്യൂ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 9,000 എന്ന് പറയുന്നത് കറക്റ്റ് വാല്യൂ അല്ല, 10% കുറവാണ്. ഇൻഫാക്റ്റ് 9,000 എന്ന് പറയുന്നത് 90% ആകുന്നുള്ളൂ. എങ്കിൽ 100 എത്ര നോക്കിയാൽ 10,000 എന്ന് വരും. അപ്പോൾ യഥാർത്ഥത്തിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് 10,000 ആണ് വരേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? 9,000 എന്ന് പറയുന്നത് 10% കുറവാണ്. അതായത് 9,000ൻ്റെ 10% എടുത്ത് കൂട്ടിക്കളയല്ലേ, മണ്ടത്തരം കാണിക്കല്ലേ. പോലെ കുറേ പേര് ചെയ്യുന്നുണ്ട്. 9,000ൻ്റെ 10% തിരിച്ച് ആഡ് ചെയ്ത് കളയരുത്. 9,000 എന്ന് പറയുന്നത് യഥാർത്ഥ എമൗണ്ടിൻ്റെ 10% കുറവാണെന്നാണ്. അതപ്പോൾ 9,000 90% ആവുന്നുള്ളൂ. ഇൻറ്റു 100 എടുത്താൽ മതി, 10,000 എന്ന് കിട്ടും. 10,000ൻ്റെ 10% കുറവല്ലേ 9,000. ഓക്കെ, അല്ലാതെ മണ്ടത്തരം കാണിച്ച് 9,000ൻ്റെ 10% കണ്ട് തിരിച്ച് ആഡ് ചെയ്ത് കളയല്ലേ, അത് തെറ്റാണ്. 9,000 ഡിവൈഡഡ് ബൈ 90 ഇൻറ്റു 100 എടുക്കണം, അപ്പോൾ 10,000 എന്ന് കിട്ടും. സോ ഒറിജിനൽ ഓപ്പണിംഗ് സ്റ്റോക്ക് 10,000 ആണ്. നമ്മളത് 9,000 ഒന്ന് വാല്യൂ ചെയ്ത് വെച്ചു. ഇതെപ്പോഴാണ് സംഭവിച്ചത്? കഴിഞ്ഞ കൊല്ലത്തെ ക്ലോസിംഗ് സ്റ്റോക്കിൽ സംഭവിച്ചതാണ്. ഓക്കെ, സോ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കുമ്പം കറക്റ്റ് 10,000 തന്നെ കാണിക്കും. ഇത്തവണ ശരിയാക്കും അത്. ട്രേഡിംഗ് അക്കൗണ്ടിൽ 9,000 അല്ല 10,000 കാണിക്കും. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വർഷം ക്ലോസിംഗ് സ്റ്റോക്ക് 1,000 രൂപ കുറച്ച് വാല്യൂ ചെയ്തുകൊണ്ടാണ്. കഴിഞ്ഞ വർഷം ക്ലോസിംഗ് സ്റ്റോക്ക് 1,000 രൂപ കുറച്ച് വാല്യൂ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ പ്രോഫിറ്റ് കുറവാണ്. അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ ക്യാപിറ്റലും കുറവാണ്. അതുകൊണ്ട് തന്നെ ആ 1,000 രൂപ ഇത്തവണത്തെ ക്യാപിറ്റലിനകത്ത് ആഡ് ചെയ്യണം. കഴിഞ്ഞ കൊല്ലത്ത്, അതായത് 2016, ഇതിപ്പോൾ 2017 അല്ലേ, 2016 തെറ്റുകൾ ഇങ്ങനെയാണ് 2017 തിരുത്തി പോകുന്നത്. ഇപ്പോൾ എല്ലാം കറക്റ്റായി. കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് 1,000 രൂപ വാല്യൂ ചെയ്തത് കുറവാണ്. നമ്മളത് ഇത്തവണ കറക്റ്റാക്കി. ട്രേഡിംഗ് അക്കൗണ്ടിൽ ഓപ്പണിംഗ് സ്റ്റോക്കിൽ 1,000 രൂപ കൂട്ടി 10,000 കാണിച്ചു. കൂടാതെ കഴിഞ്ഞ വർഷം ക്ലോസിംഗ് സ്റ്റോക്ക് 1,000 രൂപ കുറവാണ് വാല്യൂ ചെയ്തെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലത്തെ ഗ്രോസ് പ്രോഫിറ്റ് കുറവാണ്, നെറ്റ് പ്രോഫിറ്റ് കുറവാണ്, ക്യാപിറ്റൽ കുറവാണ്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം മൊത്തത്തിൽ തെറ്റാണ്. ഇത്തവണ അത് ക്യാപിറ്റലിൻ്റെ കൂടെ തിരിച്ച് ആഡ് ചെയ്ത് ശരിയാക്കി. ഇത് നിങ്ങൾക്ക് ഇതേ പഠിക്കാനുള്ളൂ. ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കേസേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ കേസ് നിങ്ങൾക്ക് അങ്ങനെ പഠിക്കാനില്ല. ഓക്കെ, അത് കുറച്ച് ഹൈ ലെവൽ കാര്യങ്ങളായി. ക്ലോസിംഗ് സ്റ്റോക്ക് മാത്രം. അത് ഈ പറയുന്ന ക്ലോസ് ചെയ്ത പി ആൻഡ് അക്കൗണ്ടിൻ്റെ എക്സ്റ്റൻഷൻ വരയ്ക്കണം. അത് കമ്പനികൾക്കൊരു രീതിയാണ്, സോൾ പ്രൊപ്പറേഷിപ്പിനൊരു രീതിയാണ്. നമ്മളിപ്പോൾ ഈ പഠിക്കുന്ന സോൾ പ്രൊപ്പറേഷിപ്പാണ്. അപ്പോൾ അവിടെ അവർക്ക് പി ആൻഡ് എക്സ്റ്റൻഷൻ വരയ്ക്കുന്നുണ്ട്. അതല്ല, അത് ചെയ്യാതെ തന്നെ ക്യാപിറ്റൽ അക്കൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ കുറച്ച് വൈഡ് ഏരിയയാണ്, നിങ്ങളത് നോക്കണ്ട. ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കേസ് മാത്രം പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഓക്കെ.